ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിയിടുന്നു, രരി നരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. ഒരാൾക്ക് നന്മയും മറ്റൊരാൾക്ക് ദുഃഖവും ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് ആത്മാവിനെതിരായ പ്രവൃത്തിയാണ്. അതുപോലെ പരദുഃഖത്തിന് അഥവാ മറ്റുള്ളവരുടെ ദുഃഖത്തിന് കാരണമായി തീരുന്നവർ കത്തുന്ന നരകാബ്ധിയിൽ വീണെരിയാൻ കാരണമാകും. ഒരു മനുഷ്യൻ സ്വന്തം നന്മ മാത്രം നോക്കി മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യുന്നവൻ മനുഷ്യത്വത്തിൻ്റെയും ആത്മാവിൻ്റെയും ശത്രുവാണ് എന്ന് ഓർത്തുകൊള്ളുക. മറ്റൊരാളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവൻ അവസാനം വലിയ ദുരിതത്തിലേക്കും നരകസമാനമായ അവസ്ഥയിലേക്കും വീഴുക തന്നെ ചെയ്യും എന്നതിൽ ഒരു സംശയവും വേണ്ട. സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യരുത്. കരുണയും നീതിയും പാലിക്കണം. എനിക്ക് മാത്രം ലാഭം കിട്ടിയാൽ മതി എന്ന മനോഭാവം ആർക്കും നന്നല്ല. മറ്റൊരാളുടെ നഷ്ടത്തിൽ നിന്നുള്ള നേട്ടം യഥാർത്ഥ നേട്ടമായി കരുതേണ്ടതില്ല. ഇതിന് ഉദാഹരണമായി പറഞ്ഞാൽ, സ്വന്തം സ്ഥാനക്കയറ്റത്തിനായി സഹപ്രവർത്തകനെ ചതിക്കുന്ന പ്രവൃത്തി, പണം നേടാൻ മറ്റൊരാളെ വഞ്ചിക്കുന്നത്, മറ്റൊരാളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നത്, പ്രണയത്തിലെ കപടത, ഇവയെല്ലാം ആത്മവിരോധം എന്ന ഗണത്തിൽപ്പെടുത്താവുന്നവയാണ്. ഭാരതത്തിലെ ദാർശനിക ചിന്തയിൽ ധർമ്മം എന്നത് വെറും മതാചാരമല്ല. കരുണ, നീതി, സഹാനുഭൂതി, സത്യനിഷ്ഠ എന്നിവയുടെ സമ്മേളനമാണ് മനുഷ്യധർമ്മം എന്ന് പറയുന്നത്. മനുഷ്യനായാൽ മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാൻ കഴിവുള്ളവനാകണം. മറ്റുള്ളവർക്ക് ദുഃഖം വിതച്ചാൽ അതിൻ്റെ ഫലം എന്നായാലും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ഇവിടെ മഹാഗുരു പറയുന്ന എരിനരകാബ്ധി എന്നത് പ്രതീകാത്മകമായി ഇങ്ങനെ ഉപമിക്കാം: മനസമാധാനം നഷ്ടപ്പെടുക, കുറ്റബോധം, സമൂഹത്തിൽ നിന്നുള്ള അപമാനം, ജീവിതത്തിലെ ദുരിതം, ഇവയെല്ലാമായി കരുതുക തന്നെ ചെയ്യാം. ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളുമായി മേൽപ്പറഞ്ഞവയെ ഒന്ന് ബന്ധിപ്പിച്ചു നോക്കിയാൽ നമുക്ക് ചുറ്റും കാണുന്നത് ഇവയൊക്കെയല്ലേ? സോഷ്യൽ മീഡിയയിൽ മറ്റൊരാളെ അപമാനിച്ച് പ്രശസ്തിയെടുക്കൽ, ബിസിനസ്സിൽ അന്യായമായി ലാഭം കൊയ്യൽ, രാഷ്ട്രീയവും സാമൂഹികവുമായ വൈരാഗ്യം വളർത്തൽ. ഇക്കാര്യങ്ങളൊക്കെ താൽക്കാലികമായി നേട്ടം കൊടുക്കാമെങ്കിലും അവസാനം മനുഷ്യബന്ധങ്ങളും മനസമാധാനവും നശിക്കുമെന്ന് പരമകാരുണികനായ മഹാഗുരു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാവർക്കും മനുഷ്യത്വവും സഹാനുഭൂതിയും കളങ്കമറ്റ സ്നേഹം നിറഞ്ഞതുമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.